ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 50 കോടി രൂപയുടെ നഷ്ടം എന്നാണ് ഫെബ്രുവരിയിലെ ഒരു കണക്ക്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അവിടെയും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ ഇങ്ങനെ വന്നിട്ടും സിനിമ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും നിർമ്മാതാക്കളെ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ കോടികൾ മുടക്കാൻ ആർക്കും മടിയില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും സജി, അതായത് ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡേറ്റാസ്, അക്കൗണ്ട്സ് വെളിയിൽ വിടുന്നത്. അതായത് നമുക്കറിയാം, സിനിമയിലേക്ക് പണം മുടക്കാൻ വരുന്നവർ നല്ലൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിനിമ നിർമ്മിക്കാൻ എത്തുന്നത്. പക്ഷേ ഈ അടുത്ത ഇടയിലായി സിനിമകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അതിന് കാരണം സീസണൽ പ്രൊഡ്യൂസേഴ്സാണ്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അവർ സിനിമ പിടിക്കണമെന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അഭിലാഷമായി കരുതിക്കൊണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങും. അപ്പൊ അവർക്ക് മാർക്കറ്റ് അറിയത്തില്ല. ബിസിനസ്സായി സിനിമ പിടിച്ചുകൊണ്ടിരുന്ന നിർമ്മാതാക്കളെല്ലാം പുറകോട്ട് മാറി. കാരണം കാശിന്റെ കുത്തൊഴുക്കായിരുന്നു. ഒരു പടം 2 പടം, അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാറില്ല. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. കാരണം നമ്മുടെ സാമ്പത്തിക അവസ്ഥ, മലയാളികൾ ഭൂരിപക്ഷം ഇപ്പോൾ വിദേശത്താണ്. വിദേശത്ത് വലിയ വലിയ ബിസിനസ് ഒക്കെ നടത്തി, അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തി, എന്നാൽ പിന്നെ ഒരു സിനിമ പിടിച്ചു കളയാം എന്ന് ഓർത്ത് വന്ന് അവരുടെ ജീവിത അഭിലാഷം സാക്ഷാത്കരിക്കാൻ വരുമ്പോൾ 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ലക്ഷത്തിനും കോടിക്കൊക്കെ വാങ്ങി ഈ സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എന്തായി? ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതായി. ഇതൊരു പാഷന്റെ പേരിൽ കോടാനുകോടി രൂപ മലയാള സിനിമയിൽ ഇറങ്ങി നല്ല സിനിമകൾ വരാതെയായി, ക്വാളിറ്റിയുള്ള സിനിമകൾ വരാതെയായി. ഒരു മാസം 20 സിനിമ ശരാശരി വരുന്ന ഒരു അവസ്ഥയിൽ അതിനുള്ള പ്രേക്ഷകർ ഇവിടെ ഇല്ല. അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇൻഡസ്ട്രി ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ 21 ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ 3 ഏരിയയാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ സിനിമ കാണുന്നവരുടെ പെർസെൻറ്റേജ് ഞാൻ ഉദാഹരണം കമ്പയർ ചെയ്യുകയാണ്, വളരെ കൂടുതലാണ്. എന്നാൽ മലയാള സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് 7% ആണ്. അതായത് ഈ തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു തമിഴ് സിനിമ എടുക്കാനുള്ള കോസ്റ്റിന് അടുത്തൊക്കെയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ വന്ന അബദ്ധത്തിൽ ചാടുന്നവരെ ഇത് പറഞ്ഞു മനസ്സിലാക്കാനും ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള ഒരു കടമ കൂടി ഈ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ. പ്രൊഡ്യൂസേഴ്സിനും ഈ പറഞ്ഞ പോലെ ചേംബറിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാമല്ലോ. അല്ല, എല്ലാ മാസവും പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ മിനിഞ്ഞാന്നും പങ്ക് വഹിച്ചായിരുന്നു. 15 പേര് വന്നു. അവരോട് അതിൽ ഒരു സിനിമ മാത്രം കൊള്ളാം ഞങ്ങൾ കണ്ടപ്പോൾ. അതൊരു ചിദംബരം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന വലിയൊരു മൂവിയാണ്. ആ മൂവി കൊള്ളാം. ബാക്കിയെല്ലാം ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ധരിക്കുന്നത് നമുക്കെന്തോ അവരോട് കുശുമ്പുണ്ട്. ഇവര് പണം ഉണ്ടാക്കാൻ വന്നവരെ നമ്മൾ പിന്നോട്ട് മാറ്റുന്നു, നിങ്ങൾക്ക് മാത്രം സിനിമ ചെയ്താൽ മതിയോ, അങ്ങനെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അവസാനം അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ചാടിയിട്ടാണ് വരുന്നത്. കാരണം അവിടെ പ്രോജക്റ്റുമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇതിനകത്ത് പോയി കുഴി ചാടിയിട്ടാണ് വരുന്നത്. കാരണം അഡ്വാൻസ് എല്ലാം കൊടുക്കും, വാരിക്കോരി അഡ്വാൻസും കൊടുത്ത് ഇല്ലാത്ത തുകയെല്ലാം കൊടുത്ത് പ്രൊഡക്ഷൻ കൺട്രോളും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് അവസാന സ്റ്റേജിൽ. അപ്പൊ അവരോട് നമ്മൾ പറയാണ്, പടം പിടിക്കണമെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ ചിലപ്പോൾ വെച്ചേക്കത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ മുമ്പത്തെ മാസം ഒരു ലേഡിയോട് സംസാരിച്ചപ്പോൾ അവർ വളരെ എന്താ പറയാ, വളരെ ആക്രോശത്തോടെ എന്നോട് സംസാരിച്ചു. ഞങ്ങൾ ഈ പുതിയ പ്രൊഡ്യൂസർമാരെ പരിചയപ്പെടുന്ന ഒരു പരിപാടിയുണ്ട്, ജോബിക്കറെ സോണിക്കൊക്കെ അറിയാം. അപ്പോ സോണിയുണ്ട്, കമ്പനി സോണിയുള്ള ആളാണ്, സോണിക്ക് അറിയാൻ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ അവർക്ക് നമ്മളോട് എന്തോ ഒരു ദേഷ്യം പോലെ, നമ്മളെന്തോ ഇവർ പണം ഉണ്ടാക്കാൻ വന്നവരെ പിന്തിരിപ്പിച്ചു പോകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോ അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് മടുത്തതാണ് ഞങ്ങൾ. അപ്പോ ഈ സിനിമ ഇപ്പൊ ഞാൻ ഈ ഒരു 3 മാസം കൊണ്ട് 4 പേരെ തിരിച്ചു വിട്ടു. 4 പേരെ, ഒരു പ്രായമുള്ള ഒരു അമ്മയും മകനോട് വന്നു, വീടൊക്കെ വിറ്റ് 6 കോടി രൂപയ്ക്ക് പണം എടുക്കാൻ വന്നു. അപ്പൊ മകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, മകൻ അഭിനയിക്കുന്നു. അപ്പൊ ഒരു ബാലേന്ദ്രനാണ് അത് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ മകൻ ഇന്ന് വരെ സിനിമയെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമല്ലോ. അവർ വിഷസ് ആർ അൺലിമിറ്റഡ് ബട്ട് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ ആഗ്രഹത്തിന് പുറത്ത് സിനിമ എടുക്കാൻ പറ്റില്ല. അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ മേഖലയെ നശിപ്പിച്ചു. ഇപ്പൊ സംഭവം എന്താ? സിനിമ 90 വരെ സിനിമയ്ക്ക് നല്ല കാലം ഉണ്ടായിരുന്നു. ഞാൻ സിനിമയെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റാണ്, ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നു, സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമ ഒരു കൊച്ചു സിനിമയാണ്, പ്രാദേശിക സിനിമയാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷയിൽ എടുക്കുന്ന സിനിമയുടെ എണ്ണം കൊണ്ട് മലയാള സിനിമ വലുതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മലയാളികളൊക്കെ പല ഭാഗത്ത് ദുബായിലും വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മലയാള സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു ഫേസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അപ്പൊ നിങ്ങൾ എമ്പുരാനെ കുറിച്ച് പറഞ്ഞു. എമ്പുരാന് എനിക്ക് തോന്നുന്നത്
മലയാള സിനിമയ്ക്ക് എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പ് എന്നൊരു തരത്തിലൊരു എറ നമ്മൾ സാധാരണ നമ്മൾ ഹിസ്റ്ററി പറയാറുണ്ട്. കാലഘട്ടം ഒരു കാലഘട്ടമായി മാറും. കാരണം മലയാള സിനിമ മറ്റ് ഭാഷകളിലേക്ക് വഴിവെട്ടി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു 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 വലിയ വിളക്കായിട്ട് എമ്പുരാൻ മാറും എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള ഒരു ഷോട്ട് എടുത്തതും ഓരോ ഷോട്ട് എടുത്തതും വളരെ എന്താ പറയാ, എത്ര മാസത്തെ കഷ്ടപ്പാടുകളാണ്, എന്തൊക്കെ സംവിധാനമാണ്. ഇത്രയും കോടി രൂപ മുടക്കി ഒരു മലയാള സിനിമ ഇന്ന് വരെ മലയാളത്തിൽ വന്നിട്ടില്ല. ഈ പറഞ്ഞ 150 കോടി രൂപ മുടക്കിയ ഒരു സിനിമയാണ്. ഇപ്പോൾ പുതിയ കണക്കുകളൊക്കെ വെച്ച് നമുക്ക് അനൗദ്യോഗികമാണ്, അറിയില്ല, 200-ന് മുകളിൽ പോയെന്ന് പറയുന്നു. ഇതൊക്കെ ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വൈഡ് റിലീസൊക്കെയാണ്, ആഗോള റിലീസ് ആണെങ്കിൽ പോലും തിരിച്ചു പിടിക്കാനൊക്കെ സാധിക്കുമോ സജി താങ്കളുടെ കണക്കിൽ? അല്ല, അത് തിരിച്ചു പിടിക്കാൻ ഞാൻ പറഞ്ഞു, അവരെ കേരളത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഓൾ ഇന്ത്യ, ഞാൻ പറയുന്നത് ഇതൊരു പാൻ ഇന്ത്യൻ മൂവി മാത്രമല്ലല്ലോ. ഇത് നമ്മളൊരു എന്താ പറയുക, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു രീതിയിലേക്ക് ആ സിനിമ വരികയാണ്. മാത്രമല്ല ഇപ്പം ബോംബെയിൽ ഇന്ന് അതിന്റെ ഒരു ടീസർ ലോഞ്ചിങ് ഒക്കെ കണ്ടില്ലേ. അപ്പം ഹിന്ദിക്കാരായ ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാ ഭാഷയിലും നല്ല ആർട്ടിസ്റ്റുകൾ ഇട്ടുകൊണ്ട് അതൊരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് അപ്പുറം ഒരു എന്താ പറയുക പാൻ വേൾഡ് സിനിമയായിട്ട് മാറും. കാരണം എല്ലാ ഭാഷകളിലെ ആൾക്കാർ അഭിനയിക്കുന്ന വേണ്ടി വളരെ ബുദ്ധിപൂർവ്വമാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. വളരെ കഴിവുള്ള ഒരു എന്താ പറയുക ഒരു സിനിമയെ പഠിക്കുന്ന, ഇത്ര അക്കാദമിക്കായിട്ട് മലയാള സിനിമയെ പഠിച്ച മറ്റൊരു സിനിമ ഇന്ന് മലയാളത്തിലില്ല. അദ്ദേഹം അതിനുവേണ്ടി വർഷങ്ങൾ കാത്തിരുന്നു, വർഷങ്ങളെ കഷ്ടപ്പാടാണ്. ഉറപ്പായി അതിന് ഫലം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മലയാള സിനിമയെ ലോകോത്തര സിനിമയ്ക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എമ്പുരാനായിരിക്കും. കാരണം ആവേശവും നമ്മുടെ ജോബി ചെയ്ത രോമാഞ്ചവും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ മലയാളത്തിന് മുന്നേ വഴിവെട്ടി പോയെങ്കിലും ഇതൊരു വലിയ തിരമാല പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ എമ്പുരാൻ വന്ന് ഇന്ത്യൻ സിനിമയിൽ വലിയൊരു സൈൻ ഇടും, ഒരു സിഗ്നേച്ചർ ഇടും, ഒരു നാഴികക്കല്ലാവും, ഒരു ലാൻഡ്മാർക്ക് ആവും. അതിന്റെ പുറയിൽ കുറെ മലയാള സിനിമകളോട് ഇന്ത്യൻ മറ്റ് ഭാഷകളിലെ ആൾക്കാർക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ എമ്പുരാൻ ഒരു വലിയ നാന്ദി സൂചകമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ വിനുഗിരത്ത്, അത്തരത്തിൽ